ഹായ് ഹലോ ഗ്രീൻ ട്യൂബിളിൻ്റെ പുതിയൊരു വീഡിയോക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ നമ്മൾ തൃശ്ശൂർ പോയിട്ട് തിരിച്ചു വരുമ്പോൾ കണ്ട കാഴ്ച കേട്ടോ, നമ്മുടെ നെല്ലായിലാണ് ഈ സംഭവം നടക്കുന്നത്. അവിടെ വല വെച്ച് മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ. 2-3 ദിവസമൊക്കെ ആയിട്ട് നിർത്താതെ പെയ്യുന്ന മഴ കാരണം കൊണ്ട് ഇവിടെ വെള്ളം കയറിയേക്കാണ്. അതേപോലെ തന്നെ ഇനി ഇത്തിരി കൂടി വെള്ളം കയറി കഴിഞ്ഞാൽ ഇവിടുത്തെ റോഡുണ്ട്, ഇതിൻ്റെ നടുക്കിക്കൂടെ ഒരു റോഡ് പോകുന്നുണ്ട്, ഇതും കവിഞ്ഞ് ഒഴുകുന്നതിനെക്കാട്ടും മുന്നേ തന്നെ ഇവർ ചവണക്കി അടിച്ച് മീൻ പിടിക്കാൻ കേട്ടോ. അതേപോലെ തന്നെ മീനുകൾ ഒരുപാട് ചാടുന്നുണ്ട്. ഒഴുക്കിനെതിരെ ചാടുന്ന മീനായിട്ട് ഇവർ ഷോട്ട് ചെയ്ത് വീഴ്ത്തണത്. അതുപോലെ തന്നെ ഒരുപാട് കാഴ്ചക്കാരുണ്ട്, നമ്മളും അതിൽ കാഴ്ചക്കാരായി നിൽക്കുകയാണ്. ഇവർ പുലർച്ചയ്ക്ക് നിന്ന് അടിക്കുന്ന ആൾക്കാരാട്ടോ, അതായത് ചവണയ്ക്ക് അടിച്ച് മീനെ വീഴ്ത്തുന്ന ആൾക്കാരാണ്. പുലർച്ചയ്ക്ക് വന്ന് ഒരുപാട് മീനെ കുറേ ആൾക്കാർ വാങ്ങിക്കൊണ്ടുപോയി. ഇവിടെ ഇരിക്കുന്നുണ്ട് 2 രോഹു ഇവിടെ നിൽക്കുന്നുണ്ട്, ഇതും അടിച്ച് വീഴ്ത്തിയാൻ തോന്നുന്നുണ്ട് കേട്ടോ. മഴ പെയ്യുമ്പോഴും വെള്ളം കൂടുമ്പോഴും ഇതാണ് അവസ്ഥ. ഓരോരുത്തർ വളർത്തുന്ന മീനുകളായിരിക്കും ഇത് ചാടി പോരുന്നത് കേട്ടോ. അതേപോലെ തന്നെ വെള്ളം കയറി കഴിഞ്ഞാൽ ബൈക്കുമൊക്കെ ഇതിലെ പൂല് നടക്കില്ല കേട്ടോ. എന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം എനിക്ക് പണി പറ്റിയതാണ്. ഞാൻ ബൈക്ക് എടുത്തിട്ട് വണ്ടി റേസ് തന്നെ ചെയ്ത് പിടിക്കണം, എന്നാലും ഇതിലേ പോകാൻ പറ്റുള്ളൂ. എന്നിട്ട് ആ പകുതി ഇപ്പോൾ ഓഫായിട്ട് സൈലൻസിൻ്റെ ഉള്ളിൽ വെള്ളം കയറിയിട്ട് കിക്കറടിയും വെള്ളം ചാടാം. എന്നിട്ട് സ്റ്റാർട്ടാൻ വേണ്ടി ഞാൻ ഒരുപാട് തള്ളി പോയിട്ടുണ്ട്. അന്ന് പാടുപെട്ടിട്ടുണ്ട് കേട്ടോ. വെള്ളത്തിൻ്റെ ശക്തിയും പിന്നെ അതുപോലെ തന്നെ നമ്മൾ തള്ളി പോകണതൊക്കെ ഭയങ്കര പാടുപെട്ടാണ് തള്ളിക്കൊണ്ടേ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അന്ന് യൂട്യൂബ് ചാനൽ ഉണ്ടായില്ലേ, സൈക്കിളുമൊക്കെ നമ്മൾ വെള്ളം കയറിയ സ്ഥലങ്ങളൊക്കെ കാണാൻ പോകാറുണ്ട്. ഇനിയിപ്പോൾ വെള്ളം കയറുന്ന സ്ഥലങ്ങളൊക്കെ നമുക്ക് പോയി ഷൂട്ട് ചെയ്യാം, അതായത് വീഡിയോ പിടിച്ച് നമുക്ക് ഇടണം. മഴക്കാലമായി കഴിഞ്ഞാൽ നമുക്ക് ഇതാണ് പരിപാടി ഇട്ടാൽ, എന്നാലും ചൂണ്ടാൻ പോക്ക് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഓരോ സ്ഥലങ്ങളൊക്കെ സൈക്കിളുമ്പോൾ പോവാം, ബൈക്ക് പോകല് മുതലാവില്ല. അപ്പോൾ അത് കാരണം വെള്ളം നമുക്ക് ക്രോസ് ചെയ്യണം. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് സൈക്കിളും പോയാലും നമുക്ക് ഈ വക കാഴ്ചകളൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ബൈക്കും പോയി കഴിഞ്ഞാൽ ബൈക്ക് അവിടെ വെച്ചിട്ട് നമുക്ക് നടക്കേണ്ടി വരും, അത് ഭയങ്കര റിസ്ക് പിടിച്ച പരിപാടിയായിരിക്കും. മഴക്കാലമായി കഴിഞ്ഞാൽ നമുക്ക് ചൂണ്ടാൻ പോക്കും ഇതുപോലെ കാഴ്ചകൾ കാണാൻ പോക്കാണ് നമ്മുടെ പരിപാടി. അങ്ങനത്തെ കാഴ്ചകൾ കൂടുതൽ കാണാൻ ആഗ്രഹമുള്ളവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ അതുപോലെ ലൈക്ക് അടിച്ചിട്ടാ. അപ്പോൾ അടുത്ത വീഡിയോയിലാണ്. ബൈ.